അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രി മുതൽ നാട്ടിൽ വിത്റിൽ ഖുനൂത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഖുനൂത്ത് എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ നാട്ടിലോതുന്ന ഖുനൂത്ത് ഏതോ ഒരു നിസ്സാര കാര്യം പോലെയും ഇവിടെ പള്ളികളിൽ വളരെ ഭീമമായ നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത് അത് വളരെ ഉഷാറാണ് എന്നും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ എഴുതിയ ആൾ അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല. എനിക്കങ്ങനെയാണ് ആ കമൻറ്റ് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ ആ രൂപത്തിലുള്ള പല കമൻറ്റുകളും വരുന്നത് കണ്ടപ്പോൾ എന്താണ് ഖുനൂത്ത് എന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ച വാചകങ്ങളാണ് നമ്മുടെ നാട്ടിൽ സുബഹിലാണെങ്കിലും വിത്റിലാണെങ്കിലും ഖുനൂത്തിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന മിക്ക ഇമാമിങ്ങളും ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ ഹദീസിൽ വന്ന ഖുനൂത്ത് കൊണ്ടുവരാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഖുനൂത്ത് വളരെയധികം നമുക്ക് ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്, പടച്ചവനെ എന്നെ നീ സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ദുആ ചെയ്യാറില്ലേ, അല്ലാഹുവെ സന്മാർഗത്തിലാക്കണേന്ന്. അതിൻ്റെ മറ്റൊരു രൂപം സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. വആഫിനി ഫീമൻ ആഫൈത്, പടച്ചവനെ എനിക്ക് ആരോഗ്യം നൽകണേ, ശാരീരിക മാനസിക ആരോഗ്യം. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മയൊക്കെ ഒന്നിനു കൊള്ളാം. സാമ്പത്തികവും മറ്റു സാഹചര്യങ്ങളും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആരോഗ്യമില്ലാതെ വീടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർ, അവർക്കാണ് സത്യത്തിൽ ആരോഗ്യത്തിൻ്റെ വില അറിയുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അള്ളാഹുവിനോട് എന്താണ് ദുആ ചെയ്യേണ്ടത്? പുണ്യ നബി പറഞ്ഞത് സലില്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം എന്ന. ആ ആഫിയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇബാദത്ത് ചെയ്യാൻ, ജോലി ചെയ്യാൻ, എന്തിനും നമുക്ക് ആഫിയത്ത് അനിവാര്യമാണ്. അതാണ് ഈ പ്രാർത്ഥന പറയുന്നത്. വആഫിനി ഫീമൻ ആഫൈത്, എനിക്ക് നീ ആഫിയത്ത് നൽകണേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, പടച്ചവനെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം. നീ കാര്യങ്ങൾ ഏറ്റെടുത്ത സജ്ജനങ്ങളോടൊപ്പം. ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ അതിലപ്പുറം നമുക്ക് എന്ത് പ്രാർത്ഥനയാണ് പറയാൻ കഴിയുക? എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം പടച്ചോനെ. അള്ളാഹു ഏറ്റെടുത്താൽ പിന്നെ എന്ത് ഭയമാണ് നമുക്ക്. വബാരിക് ലീ ഫീമാ അഅതൈത്, അള്ളാഹുവെ എനിക്ക് നൽകിയ എല്ലാ വസ്തുക്കളിലും എനിക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ബറക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയാലും തികയൂല. വലിയ വലിയ സാലറി ഉണ്ടായിട്ടും കാര്യങ്ങൾ എവിടെയും എത്തിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, അതിനേക്കാൾ എത്രയോ കുറഞ്ഞ സാലറിയിൽ വളരെ സന്തോഷകരമായ റാഹത്തുള്ള ജീവിതം നയിക്കുന്നവർ, അതുതന്നെയാണ് ബറക്കത്ത് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. വീട്ടിലാണെങ്കിലും ഭാര്യയിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലും ജോലിയിലും ശമ്പളത്തിലുമൊക്കെ ബറക്കത്തുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. വബാരിക് ലീ ഫീമാ അഅതൈത്, പടച്ചവനെ എനിക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ. വഖിനീ ശർറ മാ ഖളൈത്, അല്ലാഹുവേ നീ വിധിച്ച ഒന്നിൻ്റെ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണം പടച്ചോനെ. ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പടച്ചവൻ വിധിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഈ പ്രാർത്ഥന പോരെ. വഖിനീ ശർറ മാ ഖളൈത്, നീ വിധിച്ച ഒന്നിൻ്റെ ഷർറിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം പടച്ചവനെ. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക് എന്നത് മുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനങ്ങളാണ്. അവിടെ ആമീൻ പറയേണ്ടതില്ല. നമ്മുടെ സുബഹിൻ്റെ ഖുനൂത്തിലാണെങ്കിൽ ആ വാചകങ്ങൾ മഅ്മൂമും ആവർത്തിക്കണം, മഅ്മൂമും ചൊല്ലണം എന്നാണ്. മറ്റു മദ്ഹബുകളിൽ ചൊല്ലണം എന്നില്ല. ആ സമയത്ത് സുബ്ഹാനക് എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന മറ്റു വാചകങ്ങളോ പറയാമെന്ന. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക്, അല്ലാഹുവേ നീ വിധിക്കുന്നവനാണ്, നിന്റെ മേൽ വിധിക്കാൻ മറ്റാർക്കും അധികാരമില്ല. വലാ യദില്ലു മം വാലൈത്, നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരാരും നിന്ദ്യരായി പോകുകയില്ല, അയോഗ്യരാകുകയില്ല. വലാ യഇസ്സു മൻ ആദൈത്, നീ
പരാജയപ്പെടുത്തിയവൻ ഒരിക്കലും യോഗ്യരുടെ പട്ടികയിൽ ഉൾപ്പെടുകയുമില്ല. തബാറക്ത റബ്ബന വ തആലൈത്, പടച്ചവനെ നീ ഉന്നതിയിലുള്ളവനാണ്, ബറക്കത്താക്കപ്പെട്ടവനാണ് റബ്ബേ. ഫലക്കൽ ഹംദു അലാ മാ ഖളൈത്, അല്ലാഹുവേ നീ വിധിച്ച എല്ലാ കാര്യങ്ങളുടെ മേലിലും നിനക്കാണ് സർവസ്തുതികളും സർവസ്തോത്രങ്ങളും നിനക്കാണ് പടച്ചവനെ. ഇതൊക്കെ പറഞ്ഞ് സ്തുതിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയുക, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ, വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, പശ്ചാത്തപിക്കുന്നു റഹ്മാനെ, എൻ്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനയും ഇതിൽ ഉൾപ്പെട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് തുടങ്ങി പുണ്യ റസൂലിൻ്റെ മേലുള്ള സ്വലാത്തോടു കൂടിയാണ് ഖുനൂത്ത് അവസാനിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, നാം ഓതുന്ന ഖുനൂത്തിൻ്റെ ഹദീസിൽ വന്ന ആ വാചകങ്ങൾ മാത്രം ഒരു മനുഷ്യൻ്റെ ദുനിയവിയും ഉഖ്റവിയും സാന്ദർഭികവുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥന മതിയാകുന്നതാണ്. ഇനി സാന്ദർഭിക സാഹചര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അതിന് നമ്മൾ വിരോധിക്കുന്നില്ല. പക്ഷേ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കലും അതിലുള്ളത് വെട്ടിച്ചുരുക്കാതിരിക്കലും സുന്നത്താണ് എന്ന ഒരു മസല ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇമാമിങ്ങൾ അതു മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. അല്ലാതെ ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്ന ദുആകൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് കരയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ല. യഥാർത്ഥ സുന്നത്ത് നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഇത്രയും പറഞ്ഞത്. പല ആളുകൾക്കും ഈ വിഷയം മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൻ്റെ അവസാനം വരെ വളരെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.